വൈകിട്ടൊരു 4 മണിയായപ്പോൾ കടൽക്കാറ്റൊക്കെ കൊണ്ട് ഒരു ചായ കുടിക്കാൻ കോഴിക്കോട് ബീച്ചിലേക്ക് വന്നതാണ്. പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ വളരെ പ്രധാനപ്പെട്ട എന്തോ ഒന്ന് മിസ്സിംഗ് ആണ്. ഇത് കാണാതായതോടെ കോഴിക്കോട് ബീച്ചിൻ്റെ വൈബ് മുഴുവനായിട്ട് അങ്ങോട്ട് പോയി. ഇത് ഇന്നത്തെ ആദ്യത്തെ സംഭവമല്ല കേട്ടോ. കഴിഞ്ഞ കുറേ ദിവസമായി കോഴിക്കോട് ബീച്ച് ഇങ്ങനെയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോഴിക്കോട് ബീച്ചിൽ തിരകളില്ല. ഒരു പുഴയുടെ സ്വഭാവമാണ് ബീച്ചിനിപ്പോൾ. ഇവിടെ സന്ദർശിക്കാൻ എത്തുന്നവർക്ക് തീർത്തും നിരാശയാണ് ഈ കാഴ്ച. എന്താ അറിയില്ല, ബീച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, തിരയില്ലാത്തതുകൊണ്ട് എന്താണ് അതിന്റെ സംഭവം എന്ന് അറിയണില്ല. സുഖമില്ല. ഇപ്പോൾ ഇവിടെ ഒക്കെ ചളി കെട്ടി കിടക്കണ മാതിരിയാണല്ലോ ഇപ്പോൾ കാണുന്നത്. കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ബീച്ചിലൊക്കെ വരുന്നത്. അതാണ് നമ്മൾ അതപ്പോൾ നോക്കണേ. നമ്മൾ അവിടെ തരില്ല ചിലപ്പോൾ ഇങ്ങനെ നോക്കി വന്നപ്പോൾ എന്താണ് അത്, ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയാണല്ലേ, അറിയില്ല. എന്തായാലും നമ്മുടെ ആ കടലിന്റെ ഭംഗി ഇല്ല, തിരമാലകളിലുള്ള ഒരു കടലാണല്ലോ. എന്താണ് ബീച്ചിൽ കളിക്കാൻ സുഖല്ലേ? എന്താണ് അവസ്ഥ? ഞങ്ങൾക്ക് കുളിക്കാൻ രസം. അപ്പൊ തിരയില്ലാത്തോണ്ട് സുഖല്ല? തിരയില്ലാത്തോണ്ട് എന്തോ പോലെ ഉണ്ടോ? എന്താ തോന്നുന്നേ തിര കാണാത്തോണ്ട്? കാണാനൊരു രസമില്ല. ഞങ്ങൾ ഇതുവരെ പ്രതീക്ഷ വന്ന് നോക്കുമ്പോൾ അവിടെ ഇല്ല, ഉള്ളിലോട്ടാണ്. അതെന്താണെന്ന് അറിയില്ല. ഞങ്ങൾ ഇതുവരെ പ്രതീക്ഷ ഇവിടെ നിന്ന് ഇറങ്ങാന്നുള്ളതിലാണ് വന്നേ. പക്ഷേ വിദേശികൾക്ക് കടലിൽ തിരയില്ലാത്തത് നല്ലതാണെന്ന അഭിപ്രായമുണ്ട്. What do I think about that? It's kind of it's pretty interesting. I've never seen a sea without any waves. I mean, it's an ocean. It's kind of interesting, but I think it's good for the people. They can swim, no? But I don't see nobody swim actually. ആഴ്ചകൾക്ക് മുൻപ് കോഴിക്കോട് കടൽ ഉൾവലിഞ്ഞിരുന്നു. അതിനുശേഷമാണ് തിര നഷ്ടമായത്. എന്നാൽ ഇത് സ്വാഭാവിക പ്രതിഭാസമാണെന്ന് വിദഗ്ധർ പറയുന്നു. ചെളിയടിഞ്ഞതാണ് കാരണം. കുറച്ചു കഴിഞ്ഞാൽ എല്ലാം പഴയതുപോലെ ഉഷാറാകുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ഉടൻ തന്നെ തിര ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ ക്യാമറ പേഴ്സൺ ജിജീഷ് കേസിക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.